അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ടിൻ്റെ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തളം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്ന ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 3 തജ്വീദുൽ ഖുർആൻ ഫസ്റ്റ് പാർട്ട് എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് ലഭ്യമാകും. നമുക്കിപ്പോൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലെ ഒന്നാമത്തെ പ്രവർത്തനം നോക്കാം. കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഖുർആനിലെ ഒരു ഹർഫ് പാരായണം ചെയ്താൽ ലഭിക്കുന്ന ചുരുങ്ങിയ പ്രതിഫലം. ഓപ്ഷൻസ് 100, 10, 3. ചരിത്രം 10. 2. ഖുർആൻ മുഴുവൻ ഓതി പൂർത്തിയാക്കലാണ്. ഓപ്ഷൻസ് ഖത്തം, സജ്ദ, തജ്വീദ്. ചരിത്രം ഖത്തം. 3. ഷദ്ദുള്ളപ്പോൾ കൂടുതൽ ഉന്നത്ത് ചെയ്യേണ്ട അക്ഷരങ്ങൾ. ഓപ്ഷൻസ് ബ, ത, ഖാഫ്, കാഫ്, മീം, നൂൻ. ശരിയുത്തരം മീം, നൂൻ. 4. സുക്കൂനുള്ള നൂനിൻ്റെയും തൻവീനിൻ്റെയും നിയമങ്ങൾ. ഓപ്ഷൻസ് 4, 6, 5. ശരിയുത്തരം 5. 5. കസീബം മഹീല എന്നതിൽ തൻവീനിന് ശേഷം വന്ന അക്ഷരം. ഓപ്ഷൻസ് മീം, ബ, യാ. കസീബൻ, ബൻ അത് തൻവീനാണ്. അതിനുശേഷം ഏതക്ഷരമാണ് വന്നിരിക്കുന്നത്? മഹീല എന്നതിൽ ആദ്യത്തെ അക്ഷരം ഏതാണ്? മീമാണ്. ചരിത്രം മീം. 6. കുഫുവൻ അഹദ് എന്നതിലെ തൻവീനിൻ്റെ നിയമം. ഓപ്ഷൻസ് ഇഖ്ലാബ്, ഇൽഹാർ, ഇഖ്ഫാ. ഇവിടെ നമ്മൾ കുഫുവൻ അഹദ് തൻവീനിനെ വെളിവാക്കി ഓതി. ചരിത്രം ഇൽഹാർ. 7. സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നതിന് ഉദാഹരണം. ഓപ്ഷൻസ് ഐ യൽറിബ, അൻ നുസവ്വിയ, മിൻ മാഇൻ. ചരിത്രം ഐ യൽറിബ. ഇവിടെയാണ് സുക്കൂനുള്ള നൂനിന് ശേഷം യാ വന്നിരിക്കുന്നത്. 8. മിർ റബ്ബിഹിം മുഹ്ദസിൻ എന്നതിൽ ഉന്നത്ത് ചെയ്ത് ഓതിയ അക്ഷരം. ഓപ്ഷൻസ് സാ, റാ, മീം. നമ്മൾ എവിടെയാണ് ഉന്നത്തോടെ ഓതിയത്? റബ്ബിഹിം മുഹ്ദസിൻ. മീമാണ് ഉന്നത്തോടെ ഓതിയത്. ചരിത്രം മീം. 9. ഹൽക്കിൽ നിന്ന് പുറപ്പെടുന്ന അക്ഷരങ്ങളിൽ പെട്ടതാണ്. ഓപ്ഷൻസ് ബ, ത, ഐൻ, ഹാ, വാവ്, മീം. ചരിത്രം ഐൻ, ഹാ. 10. മിൻ ഇൻദില്ലാഹി എന്നതിൽ സുക്കൂനുള്ള നൂനിന് ശേഷം വന്ന അക്ഷരം. ഓപ്ഷൻസ് മീം, ഐൻ, റൈൻ. മിൻ ഇൻദില്ലാഹി ഏതക്ഷരമാണ് വന്നിരിക്കുന്നത്? ഐനാണ്. അടുത്ത പ്രവർത്തനം ചേർമ്പടി ചേർക്കുക. 11. ഇൽഹാറു നൂൻ ഇസ്സാക്കിന. 12. ഇൽഹാറു തൻവീൻ. 13. ഇദ്ഗാമു നൂൻ ഇസ്സാക്കിന. 14. ഇദ്ഗാമു തൻവീൻ. 15. ഗുന്നത്തുൻ നൂൻ. ഇപ്പുറത്ത് നോക്കൂ. എ മിം മഈൻ, ബി റഅദും വബർഖ്, സി ഉസ്വത്തുൻ ഹസന, ഡി അസ്ഹാബുൽ ജന്ന, ഇ മൻ അദ്ബറ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 11. ഇൽഹാറു നൂൻ ഇസ്സാക്കിന. സാക്കിനായ നൂനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. ചരിത്രം ഇ മൻ അദ്ബറ. 12. ഇൽഹാറു തൻവീൻ. തൻവീനിനെ ഇൽഹാർ ചെയ്തതിന് ഉദാഹരണം. ചരിത്രം സി ഉസ്വത്തുൻ ഹസന. 13. ഇദ്ഗാമുൻ നൂൻ സാക്കിന. സാക്കിനായ നൂനിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം. ചരിത്രം എ മിം മഈൻ. 14. ഇദ്ഗാമു തൻവീൻ. തൻവീനിനെ ഇദ്ഗാം ചെയ്തതിന് ഉദാഹരണം. ചരിത്രം ബി റഅദും വബർഖ്. 15. ഗുന്നത്തുൻ നൂൻ. നൂനിനെ ഗുന്നത്ത് ചെയ്തതിന് ഉദാഹരണം. ചരിത്രം ഡി അസ്ഹാബുൽ ജന്ന.
അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 16 മയ്യഅമൽ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ ഡാഷ് ചെയ്യണം. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഇദ്ഗാമും ബിഗുന്ന. മയ്യഅമൽ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ ഇദ്ഗാമും ബിഗുന്ന ചെയ്യണം. 17 ഷൈഉൻ അലീം എന്നതിലെ തൻവീനിനെ ഡാഷ് ചെയ്യണം. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഇൽഹാർ. ഷൈഉൻ അലീം എന്നതിലെ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. 18 പരിശുദ്ധ ഖുർആനിൽ വന്ന ശബ്ദമുള്ള എല്ലാ നൂനിനെയും ഡാഷിനെയും മണിക്കണം. അവരിൽ പൂരിപ്പിക്കേണ്ടത് മീമിനെ. പരിശുദ്ധ ഖുർആനിൽ വന്ന ശബ്ദമുള്ള എല്ലാ നൂനിനെയും മീമിനെയും മണിക്കണം. 19 സജദയുടെ ആയത്ത് ഓതിയാൽ ഡാഷ് ചെയ്യണം. അവരിൽ പൂരിപ്പിക്കേണ്ടത് സുജൂദ്. സജദയുടെ ആയത്ത് ഓതിയാൽ സുജൂദ് ചെയ്യണം. 20 മുസ്ഹഫ് എപ്പോഴും ഡാഷ് സ്ഥലത്താണ് വെക്കേണ്ടത്. അവരിൽ പൂരിപ്പിക്കേണ്ടത് ഉയരമുള്ള. മുസ്ഹഫ് എപ്പോഴും ഉയരമുള്ള സ്ഥലത്താണ് വെക്കേണ്ടത്. അടുത്ത പ്രവർത്തനം ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക. 21 ഹിറാ ഗുഹ എവിടെയാണ്? ഉത്തരം മക്കയിലെ ജബലുന്നൂരിൽ. 22 ഹൽക്കിന്റെ അക്ഷരങ്ങൾ എത്ര? ഉത്തരം 6. 23 അൻഅംത എന്നതിലെ സുക്കൂനുള്ള നൂനിന്റെ വിധി എന്ത്? സുക്കൂനുള്ള നൂനിന് ശേഷം ഏത് അക്ഷരമാണ് വന്നിരിക്കുന്നത്? ഐനാണ്. ഹൽക്കിൽ നിന്ന് ഏതെങ്കിലും ഒരു അക്ഷരം സാക്കിനായ നൂനിന് ശേഷം വന്നാൽ അവിടെ വിധി ഇൽഹാറാണ്. ഉത്തരം ഇൽഹാർ. 24 ഹബ്ബും വനബാത എന്നതിലെ തൻവീനിന്റെ വിധി എന്ത്? ഉത്തരം ഇദ്ഗാമും ബിഗുന്ന. 25 ലാ യഹ്തസിബു എന്നതിലെ ഹൽക്കിന്റെ ഹർഫ് ഏത്? ഉത്തരം ഹാ. അടുത്ത പ്രവർത്തനം ഒറ്റവാചകത്തിൽ ഉത്തരം എഴുതുക. 26 പരിശുദ്ധ ഖുർആനിൽ ആദ്യം അവതരിച്ച ആയത്തുകൾ ഏവ? ഉത്തരം സൂറത്തുൽ അലക്കിലെ ആദ്യ 5 ആയത്തുകൾ. 27 തജ്വീദ് എന്നാൽ എന്ത്? ഉത്തരം ഖുർആൻ പാരായണ നിയമങ്ങൾക്കാണ് തജ്വീദ് എന്ന് പറയുന്നത്. 28 മിൻഹു എന്നതിലെ സുക്കൂനുള്ള നൂനിനെ ഇൽഹാർ ചെയ്യണം. കാരണം? ഉത്തരം കാരണം സുക്കൂനുള്ള നൂനിന് ശേഷം ഹൽക്കിന്റെ അക്ഷരമായ ഹ വന്നതുകൊണ്ട്. 29 തൻവീൻ എന്നാൽ എന്ത്? ഉത്തരം കലിമത്തുകളുടെ അവസാനത്തിൽ വരുന്ന എഴുത്തിൽ കാണാത്തതും ഉച്ചാരണത്തിൽ വരുന്നതുമായ സുക്കൂനുള്ള നൂനാണ് തൻവീൻ. 30 വനൂഹൻ ഹദൈന എന്നതിലെ തൻവീനിനെ ഇൽഹാർ ചെയ്യണം. കാരണം? ഉത്തരം തൻവീനിന് ശേഷം ഹൽക്കിന്റെ അക്ഷരമായ ഹ വന്നതിനാൽ. 31 തൗബതൻ നസൂഹ എന്നതിലെ തൻവീനിനെ ഉന്നത്തോടെ ഇദ്ഗാം ചെയ്യണം. കാരണം? ഉത്തരം തൻവീനിന് ശേഷം നൂൻ വന്നതിനാൽ. 32 ഐയൽറിബ എന്നതിലെ സുക്കൂനുള്ള നൂനിനെ ഇദ്ഗാം ചെയ്യണം. കാരണം? ഉത്തരം സാക്കിനായ നൂനിന് ശേഷം യാ വന്നതിനാൽ. 33 ഗുന്നത്ത് എന്നാൽ എന്ത്? ഉത്തരം അറബി അക്ഷരങ്ങളിൽ നൂനിനും മീമിനും മാത്രമുള്ള ഒരു വിശേഷണമാണ് ഗുന്നത്ത്. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.